മേഘാലയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചിറാപുഞ്ചിക്ക് അടുത്തുള്ള നോങ്ക്രിയായിട്ടിലെ ഒരു കിടിലൻ ട്രെക്കിംഗ് ആണ് കേട്ടോ. 8 മണിക്കൂർ കൊണ്ട് ട്രെക്ക് ചെയ്ത് കണ്ട കാണാ കാഴ്ചകളാണ് കേട്ടോ കാടിന്റെ ഉള്ളിലെ. ഇതാണ് റെയിൻബോ ഫോൾസ്. 7000 സ്റ്റെപ്പുകൾ നടന്നെത്തിയിട്ടാണ് ഈ റെയിൻബോ ഫോൾസ് നമ്മൾ എത്തിയത് കേട്ടോ. മരത്തിന്റെ വേരുകൾ കൊണ്ടുണ്ടാക്കിയ മേഘാലയയിലെ ഏറ്റവും വലിയ പാലമായ സിംഗിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജും അതുപോലെ ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജും പിന്നെ റെയിൻബോ ഫോൾസിലെയും കാഴ്ചകളാണ് വീഡിയോയിൽ. മേഘാലയയിലെ 3ാമത്തെ ദിവസം രാവിലെ എണീറ്റപ്പോൾ തന്നെ നോക്കിക്ക് ഫുള്ള് കോട നിറഞ്ഞ് ചെറിയ മഴയുണ്ട്. ഇന്ന് നമ്മുടെ ഫുൾ ഡേ ട്രെക്കിംഗ് ആണ് കേട്ടോ. ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലവും പിന്നെ അതുപോലെ തന്നെ ഒരു ട്രെക്കിംഗ് പോയിന്റ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഏകദേശം ഒരു 7 to 8 hours നമുക്ക് ട്രെക്കിംഗ് വരുന്നുണ്ട്. കുറച്ച് റിസ്ക്കിയാണ്, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. രാവിലെ ഞങ്ങളൊരു 8 മണി ആയപ്പോൾ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി. ചിറാപുഞ്ചിയിലായിരുന്നു റൂം എടുത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് ഏകദേശം നമുക്കൊരു 20 മിനിറ്റ് മാത്രമേ യാത്രയുള്ളൂ കേട്ടോ നമ്മളെ ഈ ഡബിൾ ഡെക്കറിലോട്ട്. ഫുള്ള് കോട നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഇതാ ഡബിൾ ഡെക്കറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്ത് ഇതുപോലെ ഒരുപാട് പേര് വടികളുമായിട്ട് വന്നു കേട്ടോ. നമ്മുടെ ട്രെക്കിംഗ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് ഇതുപോലെ ഇവിടുന്ന് ഇതുപോലെ വടികൾ റെന്റിന് എടുക്കാൻ പറ്റും കേട്ടോ. 20 രൂപയാണ്. തിരിച്ചു വരുമ്പോൾ ഇത് കൊടുത്താൽ മതി. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നമുക്ക് ട്രെക്കിങ്ങിന്റെ ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെല്ലുമ്പോഴാണ് ട്രെക്കിംഗ് ചാർജ് കൊടുക്കേണ്ടത്. ഡബിൾ ഡെക്കർ ട്രെക്കിങ്ങിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, ഇത് ഇവിടുന്ന് 2 വഴി കാണുന്നുണ്ടവേ. ഇതുണ്ടോ ഈ ഒരു ഇതും ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുകളിലോട്ടുള്ളതും കേട്ടോ. ഇവിടെ വരുന്നവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഇവർ ഗൈഡ് ചോദിക്കും കേട്ടോ. ഏകദേശം സിംഗിൾ ഡെക്കർ ഡബിൾ ഡെക്കർ പിന്നെ റെയിൻബോ ഫോൾസ് വരെ പോകുന്നതിന് 1200 1500 അങ്ങനെയൊക്കെ ഓരോ റേറ്റ് ആയിരിക്കും. അപ്പോൾ 2-3 പേരോട് ഗൈഡ്സിനോട് ചോദിക്കുക. അതുപോലെ തന്നെ ഞങ്ങളിതാ മുകളിലോട്ട് കണ്ട ആ വഴിയില്ലേ, അതിലേ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നേ. നടക്കാൻ വേണ്ടിയിട്ട് ഗൈഡൊന്നും വേണ്ട, എന്തിനാ വെറുതെ പൈസ കളയുന്നില്ല വെച്ച്. പക്ഷേ ഇത് കണ്ടിട്ട് അവരൊന്നും പറഞ്ഞു പോലൊന്നും ഇല്ലെന്നുള്ളതാണ് കേട്ടോ. അങ്ങോട്ട് പോയ തെറ്റായ വഴിയാണ്, അതിലേ പോരുത് താഴെ കൂടെ പോകാൻ. അതുകൊണ്ട് ഗൈഡ് നമ്മൾ പൈസ കൊടുത്ത് വിളിച്ചെങ്കിൽ മാത്രമേ അവർ കറക്റ്റ് വഴി പറഞ്ഞു തരുള്ളൂ. ട്രെക്കിങ്ങിന് കൂടെയുള്ള ഗൈഡ് പറഞ്ഞു തരികയാണ് കേട്ടോ. ഡബിൾ ഡെക്കർ ഇത് കണ്ടോ, ആ കാണുന്ന കുറച്ച് ബിൽഡിങ്ങുകളുണ്ട്, അവിടം വരെ നമ്മൾക്ക് പോകേണ്ടതുണ്ട്. അവിടുത്തെ ഗ്രാമത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ നോൺഗ്രിയത്ത് എന്ന് പറഞ്ഞ ഗ്രാമമാണ് അതിന്റെ പേര് കേട്ടോ. ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലാണ് സിംഗിൾ ഡെക്കറിലോട്ട് പോകേണ്ടത്. പിന്നെ ഇതുപോലെ 3 മലകൾ കടന്നാലാണ് നമുക്ക് റെയിൻബോ ഫോൾസിലോട്ട് ചെല്ലാനായിട്ട് പറ്റുക. അപ്പോൾ അത്രയും ദൂരം ട്രെക്കിംഗ് ഉണ്ടെന്നുള്ളതാണ്. അത്യാവശ്യം ഹെവി ട്രെക്കിംഗ്, അത്യാവശ്യം നല്ല ഹെവി ട്രെക്കിംഗ് ആണ് കേട്ടോ. ഇതുപോലത്തെ കുത്തനെയുള്ള ഇറക്കങ്ങളും കയറ്റങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ട്രെക്കിങ്ങിൽ. 3500 ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ കടന്നാണ് നമ്മൾ ഈ ഡബിൾ ഡെക്കറിൽ എത്താനായിട്ട് പറ്റുന്നത്. സിംഗിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലോട്ട് നമുക്ക് എത്താനായിട്ട് 2000 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ റെയിൻബോ ഫോൾസിലോട്ട് എത്തണമെങ്കിൽ 7000 സ്റ്റെപ്പുകൾ കടന്നാൽ നമുക്ക് എത്തും കേട്ടോ. 6 to 8 hours വരെ എടുക്കും ഈ ട്രെക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണല്ലേ. വീഡിയോ കാണുന്ന പോലെ അത്ര ഈസി അല്ല കേട്ടോ. ഇപ്പോൾ ഇതാ കുത്തനെയുള്ള ഇറക്കമാണ്. ഇനിയിപ്പോൾ തിരിച്ച് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കയറണം എന്നുള്ളതാണ്. ഈ സിംഗിൾ ഡെക്കർ ബ്രിഡ്ജ് ഇതാ ലോങ്ങസ്റ്റ് സിംഗിൾ ഡെക്കർ ബ്രിഡ്ജാണ്. ഇവിടുന്ന് നമുക്ക് ഈ വഴി വേണം പോകാനായിട്ട്. ഏകദേശം 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് മതി നമുക്ക് ഇവിടുന്ന്. തിരിച്ചു വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് നമ്മൾ ആദ്യം പോകുന്നത് ഡബിൾ ഡെക്കർ ബ്രിഡ്ജിലോട്ടാണ്. ഡബിൾ ഡെക്കർ ബ്രിഡ്ജിലോട്ട് പോകേണ്ട വഴി ഇതാ ഇതിലെയാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഇറങ്ങി വന്ന് ഫസ്റ്റ് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ സിംഗിൾ ഡെക്കർ, ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഡബിൾ ഡെക്കർ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നത് നിങ്ങൾ വരുമ്പോഴാണെങ്കിലും ഗൈഡിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ കറക്റ്റ് വഴി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടു വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങൾ ഇതിനു മുന്നേ സത്യം പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചില്ലായിരുന്നു, എവിടെയും യൂട്യൂബിലൊന്നും കാണാണ്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഗൈഡിന് 900 രൂപ ഞങ്ങൾ ഒതുക്കത്തിൽ എന്താ പറയുക പറഞ്ഞു നിങ്ങൾക്ക് 900 രൂപയിലാക്കിയെടുത്ത്. അതിൻ്റെ ഉള്ളിൽ ഇത്രയും താഴെ നോക്കി വില്ലേജാണേ. നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, വാർക്ക കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മാതാവിൻ്റെ ഒരു പള്ളിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് പറ്റും. അതുകൊണ്ട് വരുന്നവർ തീർച്ചയായിട്ടും അധിക സാധനങ്ങളൊന്നും വെക്കാണ്ട് ഈസി ആയിട്ട് വരിക. അപ്പം ട്രെക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അധികം സാധനമൊന്നും ഇല്ലാണ്ട് തന്നെ വരിക. നമ്മുടെ നാട്ടിലെ എന്താ പറയുക കമുകുകളും വാഴയും എല്ലാം ഇവിടെ ഉണ്ട്. നമ്മുടെ നാടിൻ്റെ ആ ഒരു വൈബ് എന്താ പറയാ, വളരെ മനോഹരമാണ് കേട്ടോ. ഈ പോകുന്ന വഴികളൊക്കെ എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകളും നല്ല നല്ല മരങ്ങളും വെള്ളച്ചാട്ടങ്ങളും എന്താ പറയുക വിവിധ തരത്തിലുള്ള പാലങ്ങൾ, അതായത് ഒരുപാട് ടൈപ്സ് ഓഫ് എന്താ പറയുക പാലങ്ങൾ നമുക്ക് കാണാനായിട്ട് വരും. നോക്കി ഇന്ന് വരെ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെയുള്ള പാലങ്ങളൊന്നും. പാലം ഇത് ആടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ താഴെ കൂടെ നോക്കിയ മനോഹരമായ ഒരു നദി ഒഴുകുന്നു. ആ വെള്ളത്തിന്റെ കളറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നീല കളറ്. എന്താ രസം. തേജ്പട്ട അച്ഛാ കറുവയുടെ ഇലയാണ് കേട്ടോ ചുവന്നുകൊണ്ട് പോകുന്നത്. ഇതിന് മുന്നേ
കല്ല് കൊണ്ടുള്ള സ്റ്റെപ്പായിരുന്നേ. അതിനുശേഷം ഗവൺമെൻറ് പൈസ കൊടുത്ത് പിന്നെ പബ്ലിക് തന്നെ ഇതുണ്ടാക്കി. ഇവിടെയുള്ള പിന്നെ ഡബിൾ ഡെക്കർ സിംഗിൾ ഡെക്കറിന് ചാർജ് വരുന്നത് അവരിവിടെ ഈ സ്ഥലങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എടുക്കുവേ. എത്ര സമയമാണ് ഇതുപോലെ കുത്തനെയുള്ള ഈ സ്റ്റെപ്പുകൾ ഇറങ്ങുന്നു, കാൽമുട്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഡബിൾ ഡെക്കറിൽ പോകുന്നതിന് മുന്നോട്ടുള്ള ഒരു ബ്രിഡ്ജാണ്, നല്ല സൂപ്പർ ബ്രിഡ്ജ്. നമുക്ക് അടിപൊളി വ്യൂ. അതിന്റെ തൊട്ട് താഴെ വെള്ളച്ചാട്ടം ഉണ്ട്. ഇവിടുത്തെ ഈ ട്രെക്കിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ബോറടിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോ സ്ഥലം കഴിയുമ്പോഴും എന്താ പറയുക, വേറിട്ട പുതിയ കാഴ്ചകളാണ് വിരുന്നൊരുക്കുന്നത്. നോക്കി വേറെ ഒരു കളറുള്ള എന്താ പറയുക, ഒരു മനോഹരമായ ഒരു പാലം അതിൻ്റെ താഴെ കൂടെ നോക്കി ചെറിയൊരു നദി പോലെ ഒഴുകുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാ രസമാണെന്ന് നോക്കിക്കേ. ഇവിടെ അത് ഇങ്ങനെ ഒരു വഴി കാണാം കേട്ടോ. ഇവിടുന്ന് ഈ ഡബിൾ ഡെക്കർ ഇങ്ങോട്ട് ഇതാ മുകളിലോട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ റെയിൻബോ ഫോൾസ് ഗസ്റ്റ് ഹൗസ്, അതുപോലെ തന്നെ ഇവിടെ ഇതാ സൺഡേ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഈ വഴിയാണ് നമ്മൾ വരേണ്ടത്. ഈ വഴി പോകരുത്, റൈറ്റ് സൈഡിലുള്ള ഈ വഴിയാണ് പോകേണ്ടത്. അങ്ങനെ ഏകദേശം 3500 സ്റ്റെപ്പുകൾ ഇതാ നമ്മൾ കിടന്ന് ഡബിൾ ഡെക്കറിൻ്റെ എൻട്രി പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ മേഘാലയയിൽ മാത്രം കാണുന്ന ഈ മരവേരുകൾക്ക് നല്ല പഴക്കമുണ്ട് കേട്ടോ. ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴും ഇത്രയും കരുതലോടെ നിലനിൽക്കുന്നു പറഞ്ഞ് ഏവരെ അമ്പരിപ്പിക്കുന്ന ഒരു എന്താ പറയുക, ഒരു കാഴ്ച തന്നെയാണ്. അരുവികളുടെയും ആറുകളുടെയും ഒക്കെ ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന ഈ ഒരു അത്തിവർഗത്തിൽപ്പെട്ട ഫിഗസ് എലാസ്റ്റിക്ക എന്ന മരത്തിന്റെ വേരുകളാണ് പാലം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിൽ നിന്ന് വേരുകൾ വളരുന്ന വൃക്ഷമായതിനാലാണ് കേട്ടോ ഈ മരത്തെ ആശ്രയിക്കുന്നത്. മേഘാലയയിലെ ഗോത്ര വിഭാഗക്കാരെ ഗാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് കേട്ടോ ഈ പാലങ്ങൾ ഉണ്ടാക്കിയത്. വനത്തിനുള്ളിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റു ഗ്രാമത്തിലോട്ട് പോകാനായിട്ടാണ് അവർ ഇതിനെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. വേരുകളിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ഇത്തരം പാലങ്ങളുണ്ടല്ലോ, മറ്റു മരപ്പാലങ്ങൾ പോലെ നശിക്കുകയോ കനത്ത വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോവുകയോ ഒന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പാലം നിർമ്മിക്കാൻ ഏകദേശം 15 വർഷത്തോളം എടുക്കുമെന്നാണ് പറയുന്നത്. വേരുകൾ നദിക്ക് കുറുകെ എന്താ പറയുക വളർന്ന് മനുഷ്യരുടെ ഭാരം താങ്ങാൻ വേണ്ട ത്രാണിയൊക്കെ ആയെന്ന് തോന്നിയാൽ മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുള്ളൂ. പാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ കരുത്ത് ഒരിക്കലും ക്ഷയിച്ചു പോകുമെന്ന് പേടിയൊന്നും വേണ്ട. കാരണം വെച്ചാൽ വേരുകൾ വളർന്നുകൊണ്ടേ ഇരിക്കുന്നതിനാൽ പാലത്തിന്റെ കരുത്ത് കൂടുകയുണ്ടാവുകയുള്ളൂ കേട്ടോ. ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിന്റെ താഴെ നോക്കി ഇതുപോലെ നമുക്ക് വെള്ളത്തിലിറങ്ങി കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അധികം സമയം കഴിയാണ്ട് അടുത്ത് റെയിൻബോ ഫോൾസിലോട്ടുള്ള ട്രെക്കിംഗ് ആയിരുന്നു അവിടുന്ന് ചെയ്ത് കേട്ടോ. ഇനിയുള്ള ഈ ട്രെക്കിങ്ങിൽ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർ നമുക്ക് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 7000 സ്റ്റെപ്പുകൾ കിടന്നാലാണ് ഇങ്ങോട്ട് എത്തുക എന്നുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഹാർഡ് ട്രെക്കിംഗ് ആയതുകൊണ്ട് അധികം പേര് ഇങ്ങോട്ട് വരില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. ഒരുപാട് നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് പതിയെ കണ്ടറിയാം കേട്ടോ. കറുവയുടെ ഇലയാണ്, കറുവയുടെ ഇല. ഇത് വീണ്ടും മനോഹരമായ ഒരു പാലം നദിക്ക് കുറുകെ ഇതാ പോകുന്നു. ഇനി നിങ്ങൾ കുറച്ചു നേരം ഇവിടുത്തെ ആ പ്രകൃതിയുടെ ഭംഗിയൊന്ന് ആസ്വദിച്ച് നോക്കൂ കേട്ടോ. ഇതുണ്ട്, ഈ വേരുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഈ വേരുകളാണ് ഇങ്ങനെ, ഇത് ഇവിടുത്തെ ഉള്ളവർ ഉണ്ടാക്കിയതാണ് കേട്ടോ. വാവ്, വീണ്ടും കുത്തനെയുള്ള സ്റ്റെപ്പുകളാണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയിൻബോ ഫോറസ്റ്റിലോട്ട് 7000 സ്റ്റെപ്പുകൾ കിടന്നാലാണ് നമ്മൾ അവിടെ എത്താനായിട്ട് പറ്റുക. ഇനിയിപ്പോൾ ഡീപ്പാണ് കേട്ടോ, ഭയങ്കര എന്താ പറയുക കുത്തനെയുള്ള സ്റ്റെപ്പുകളാണേ. ഇതുണ്ടോ എന്താ സീന് നോക്കുക. നമ്മൾ മൺസൂൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല. വെള്ളത്തിന്റെ കളർ നോക്കിക്കേ. കാടിനുള്ളിലെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂള്
ഒരിക്കലും ആരോഗ്യ പ്രശ്നമുള്ളവരെ ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കരുത് കേട്ടോ. കുത്തനെയുള്ള ഇതുപോലത്തെ കയറ്റങ്ങളും ഇറക്കങ്ങളുമാണ്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ഹാർഡ് ട്രെക്കിംഗ് ആയിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ മഴക്കാലത്ത് വന്നതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ ആ ഒരു സൗണ്ടൊക്കെ കേട്ട്, കാടിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ക്ഷീണം അറിയുന്നില്ലെന്നുള്ളതാണ് കേട്ടോ. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ശരിക്കും ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ മഴക്കാലത്ത് വേണം ഇതുപോലെ കാടുകളിൽ ഈ ഒരു ട്രെക്കിങ് ചെയ്യാനായിട്ട്. നോക്കിക്കാൻ നിങ്ങൾക്ക് ഓരോ വിഷ്വൽസിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു കളറ്, ആ പച്ചപ്പും നദികളുടെയും എന്താ പറയുക ഇലകളുടെയും ആണെങ്കിലും എല്ലാത്തിൻ്റെയും കളറ് ഒരു രക്ഷയില്ലെന്നുള്ളതാണ്. ഇതുപോലത്തെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അരുവികളും പാലങ്ങളും ഒക്കെ ആയിട്ട് ഒന്നും പറയണ്ട കേട്ടോ. ട്രെക്കിങ് അടിപൊളി തന്നെ. അങ്ങനെ ഫൈനലി നമ്മൾ റെയിൻബോ ഫോൾസ് എത്തിയിരിക്കുകയാണ്. ഇതാണ് റെയിൻബോ ഫോൾസ്. ഇവിടെ എത്താൻ വേണ്ടിയിട്ട് 7000 സ്റ്റെപ്പുകളാണ്. 7000 സ്റ്റെപ്പുകൾ നടന്ന് എത്തിയിട്ടാണ് ഈ റെയിൻബോ ഫോൾസ് നമ്മൾ എത്തിയത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? എവിടെ പോയാലും മലയാളികളെ കിട്ടുമെന്നുള്ളതിൻ്റെ ഉദാഹരണം ഇതാ. വീട്ടിലൊക്കെ ഇതുപോലെ സ്ഫടികം പോലെ തെളിഞ്ഞ് നീല വെള്ളവും ശാന്തമായ ചുറ്റുപാടുകളുമാണ് ഇവിടുത്തെ പ്രത്യേകത. റെയിൻബോ ഫോൾസ് അല്ലെങ്കിൽ മഴവില്ല് വെള്ളച്ചാട്ടം എന്ന് ഇതിന് പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ മിക്കവാറും ഇവിടെ എന്താ പറയുക മഴവില്ല് കാണാനായിട്ട് പറ്റും കേട്ടോ. സൂര്യപ്രകാശം വായുവിലെ വെള്ളത്തുള്ളികളിൽ തട്ടി വർണ്ണാഭമായ മഴവില്ല് സൃഷ്ടിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. എന്നാലും ഈ ഒരു പ്രദേശത്ത് വെയിൽ കുറവായതിനാൽ എപ്പോഴൊന്നും നമുക്ക് എന്താ പറയുക മഴവില്ല് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അങ്ങനെ ഇത് മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാമറയെല്ലാം പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കൂടിലായിട്ടിട്ട് തിരിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. മഴയും കൂടെ പെയ്തപ്പോഴത്തേന് ആ ഒരു ട്രെക്കിങ്ങിൻ്റെ എന്താ പറയുക ഭംഗി കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇനി കുറച്ചു നേരം നിങ്ങൾ ഇവിടുത്തെ ആ ഭംഗിയൊന്ന് ആസ്വദിക്കും കേട്ടോ. പലതരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളും നദികളും മരങ്ങളും പാലങ്ങളും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഒന്ന് കണ്ടു നോക്ക്. ഈ ഡബിൾ ഡെക്കറിൻ്റെയും സിംഗിൾ ഡെക്കറിൻ്റെയും ചാർജ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. റെയിൻബോ ഫോൾസിന് പോകുന്നതിന് പ്രത്യേകം ചാർജുകളൊന്നും ഇല്ലായിരുന്നേ. ഇതേ ഇപ്പം നോക്കിക്ക് ഇവിടെ കുളിക്കാനായിട്ടുള്ള ആളുകളുടെ തിരക്ക്. ഇവിടെ വന്ന് കുളിക്കാനായിട്ട് വിചാരിച്ചായിരുന്നു. ഇവിടെ തിരക്ക് കാരണം ഗൈഡ് രാജുവയ്യ പറഞ്ഞു ഇതിനപ്പുറം നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ടെന്ന്, ആരും പോകാത്ത. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ കുളിക്കാനായിട്ട്. കുളിക്കാനുള്ളൊരു അടിപൊളി ഒരു സ്പോട്ടാണ്. ഇതിന് മുന്നേ ഉള്ള ഡബിൾ ഡെക്കറിന് താഴെ ഭയങ്കര തിരക്കായതുകൊണ്ട് കുറച്ചുകൂടെ ആരും തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കുളിക്കാനായിട്ട് വന്നതാണ്. ഈ ട്രെക്കിങ്ങിൽ വരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് റെയിൻകോട്ട്, മൺസൂണിലാണ് വരുന്നതെങ്കിൽ റെയിൻകോട്ട് എടുക്കുക. പിന്നെ അത്യാവശ്യം സ്ലിപ്പൊന്നും ആകാത്ത ട്രെക്കിംഗ് ഷൂസോ അല്ലെങ്കിൽ നല്ല സാൻഡലോ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെള്ളം ഇവിടെ എല്ലാം കിട്ടും. എല്ലാ സ്ഥലത്തും കടകളുണ്ടെങ്കിലും അവിടെ എല്ലാം കുറച്ച് പൈസ കൂടുതലായിരിക്കും, എന്നാലും എല്ലായിടത്തും അവൈലബിൾ ആണ്. റെയിൻബോ ഫോൾസ് വരെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഗൈഡിനെ നമ്മൾ എന്താ പറയുക അവിടുന്ന് ഹയർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതേസമയം ഡബിൾ ഡെക്കർ ആണെങ്കിൽ, സിംഗിൾ ഡെക്കറും ഡബിൾ ഡെക്കറും വരെ പോകുന്നെങ്കിൽ ഗൈഡ് ഇല്ലെങ്കിൽ നമുക്ക് പോകാവുന്നതാണ്. ഞങ്ങൾ ഈ കുളിച്ചുകൊണ്ടിരിക്കുന്ന നദിയുടെ തൊട്ട് മുകളിലൂടെയാണ് കേട്ടോ ഈ ഇരുമ്പിൻ്റെ ഈ പാലം ഉള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഈ ഇരുമ്പ് പാലകം കടന്ന് വീണ്ടും യാത്ര ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലോട്ടാണ് കേട്ടോ. സിംഗിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. മേഘാലയയിലെ ഏറ്റവും നീളം കൂടിയ വേരു പാലമാണ് കേട്ടോ ഈ സിംഗിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. ഈ താഴെക്കൂടെ ഒഴുകുന്ന നദിയിലൂടെ വെള്ളപ്പൊക്കമോ എന്ത് വന്നെന്ന് പറഞ്ഞാലോ ഇതൊരിക്കലും തകരില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് കരുത്തുണ്ട് ഈ മരവേര് പാലത്തിന്.
കാണുമ്പം തന്നെ അറിയാം എത്ര വർഷം പഴക്കമുണ്ടെന്നും അതുപോലെ തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിനെ ഇങ്ങനെ ആക്കിയെടുത്തെന്നും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതേപോലെ 2000-ന് മേലെ കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കടന്നിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. ഇവിടെ ഈ കാണുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, ആർക്കെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാനാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 5000 10000 വരെയൊക്കെയാണ് കേട്ടോ, ദൂരത്തിനനുസരിച്ചിട്ട്. എന്താണെങ്കിലും നല്ല ഒരു അടിപൊളി ഒരു ട്രെക്കിങ് തന്നെയായിരുന്നു കേട്ടോ. മേഘാലയയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് സിംഗിൾ ഡെക്കർ, ഡബിൾ ഡെക്കറും പിന്നെ ഈ റെയിൻബോ ഫോൾസ് എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഇതാ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ടുള്ള പോക്കായിട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ കയ്യിൽ ക്യാഷ് വെക്കണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെക്കിങ്ങിന് പോയപ്പോൾ പല സ്ഥലങ്ങളിലും ഈ നെറ്റ്വർക്കും പിന്നെ അതുപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഗോഹട്ടി വരെ ട്രെയിനോ ഫ്ലൈറ്റിനോ വന്നിട്ട് അവിടെ നിന്നും ടാക്സിക്ക് ഷില്ലോങ് എത്തുക. ഷില്ലോങ്ങിൽ നിന്നും ഒരു ഏകദേശം 2-2.5 മണിക്കൂറാണ് ഈ ട്രെക്കിംഗ് പോയിന്റിലോട്ട് വരാനായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസം എന്ന് പറഞ്ഞാൽ ചിറാപ്പുഞ്ചിയിലായിരുന്നുകൊണ്ട് ചിറാപ്പുഞ്ചിയിൽ നിന്ന് ഒരു 20 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഈ ട്രെക്കിംഗ് പോയിന്റിലോട്ട്. കാരണം നല്ല ഹാർഡ് ട്രെക്കിംഗ് ആയതുകൊണ്ടും പിന്നെ മഴയൊക്കെ ആയതിനാൽ ക്യാമറ അധികം യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. മേഘാലയയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുടെയും ക്ലീനസ്റ്റ് വില്ലേജിൻ്റെയും ക്രിസ്റ്റൽ വാട്ടർ ക്ലിയർ ഉള്ള ഡോക്കിയിലെ ബോട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മൊബൈലിലും ഗോപ്രോയിലുമാണ് എടുത്തോട്ടോ. ഈ കാണുന്ന ഒരു വീഡിയോ മാത്രമാണ് നമ്മുടെ ക്യാമറയിൽ എടുത്തത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.